ഈ ദിവസങ്ങളിൽ വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചായിരുന്നോ? സംഘപരിവാർ ആഹ്വാനം, കേരളത്തിലെ സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷം വേണ്ട. ഇത് അടുത്ത് നോക്കിയോ. തിരുവനന്തപുരം മേഖലാ ഓഫീസ് പോസ്റ്റൽ വകുപ്പിന്റെ ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം വേണം പോലും. അടുത്ത്, പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തെ ആക്രമിച്ച് RSS പ്രവർത്തകർ അറസ്റ്റിൽ. ഇനിയുണ്ട്, ഉത്തർപ്രദേശിലെ സ്കൂളുകൾക്ക് ഇക്കുറി ക്രിസ്മസ് അവധി ഇല്ല. ഇനിയൊരു വീഡിയോയും കൂടി കണ്ടു നോക്കാം. राजस्थान अरे इधर ये हिंदू राष्ट्र है, इधर क्रिश्चियन का चलेगा नहीं. उठा ले നമ്മുടെ ഇന്ത്യയിൽ ഈ ക്രിസ്മസ് ആഘോഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില സാധനങ്ങൾ വിൽക്കാനായിട്ട് വന്ന ചില പാവപ്പെട്ട മനുഷ്യർ, നമുക്കറിയാം ടൗണിലേക്ക് പോയി നല്ല തിരക്കാണ്, കാരണം മൊത്തം ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെയാണ്. അങ്ങനെ വിൽക്കാനായിട്ട് വന്ന ചില മനുഷ്യരെ ആട്ടി ഓടിക്കുന്ന ചില വ്യക്തികൾ, അവർ എന്താണ് പറയുന്നത്? ഇത് ഇന്ത്യയാണ്, ഇത് ഹിന്ദു രാഷ്ട്രമാണ്, ഇവിടെ ക്രിസ്ത്യാനികളുടെ ഒന്നും വേണ്ട, എടുത്തുകൊണ്ട് പോകും. ഇതൊക്കെ കാണുമ്പോൾ ക്രിസ്തുവിന് ഇടം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഇനിയൊരു 2000 വർഷം പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇതുപോലൊരു രാത്രിയിൽ ഉണ്ണി യേശുവിന് ജനിക്കാൻ വേണ്ടി ഇടം തേടി നടന്ന പരിശുദ്ധ അമ്മയും യോസേപ്പിതാവും. നമ്മുടെ പ്രശ്നം ഇതൊന്നുമല്ല കേട്ടോ. ചോദ്യം ഇതാണ്, ഇന്ന് ഉണ്ണിക്ക് പിറക്കാനായിട്ട് നമ്മൾ ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഏറ്റവും അടുത്തെത്തി നിൽക്കുക. ഉണ്ണിക്ക് പിറക്കാനായിട്ട് നിന്റെ ഹൃദയത്തിൽ ഇടമുണ്ടോ? നിന്റെ ഹൃദയം ഒരുക്കപ്പെട്ടാണായിരിക്കും. ഇന്ന് രാവിലെ ഒരു മനോഹരമായ കാഴ്ച കണ്ടു. കുറേ യുവാക്കൾ ചേർന്നൊരു ഗ്രാമത്തിൽ പുൽക്കൂടുണ്ടാക്കുവാണ്. പക്ഷേ അവർ മടുത്തോണ്ടായിരിക്കും ഇത്തിരി മാറി നിന്നിട്ട് മടുത്ത് ക്ഷീണം കൊണ്ട്. നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ കൂടുന്നത് നല്ലതാണ്, പക്ഷേ ഈ ആഘോഷത്തിനിടയിൽ ചൈതന്യം കെട്ടുപോകുന്നുണ്ടോ? ഈ വർഷമെങ്കിലും ഉണ്ണി യേശുവിന് പിറക്കാൻ നിന്റെ ഹൃദയത്തിൽ അല്പം ഇടയിലുണ്ടാകട്ടെ. നമ്മൾ ആ ഷോർട്ട് ഫിലിമിൽ കണ്ട പോലെ നിന്റെ ഹൃദയത്തിൻ്റെ വടക്കിഴക്കേ അറ്റത്ത് ഒരല്പ സ്ഥലം ഇട്ടേക്കണം. കാരണം അന്നും ഇടവില്ലായിരുന്നു, ഇന്നും ഇടവില്ലാതെ പോവാണ്. അറ്റ്ലീസ്റ്റ് എൻ്റെ ഹൃദയത്തിലെങ്കിലും ഉണ്ണി യേശു പിറക്കണം. നമ്മൾ കേട്ട് തഴമ്പിച്ചൊരു ഡയലോഗ് ഉണ്ടല്ലോ, 1000 പുൽക്കൂടുകൾ ഉണ്ണി പിറന്നാലും നിന്റെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ എന്താ കാര്യം അല്ലേ? അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയുടെ പേരിലുള്ള ക്രിസ്മസ് ആശംസകൾ.